ഫ്ലവേഴ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഒരു അംബർല ഫ്രോക്കാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതൊരു 13 വയസ്സുള്ള കുട്ടിയുടെ അളവിലേക്ക് വേണ്ടിയിട്ടുള്ള ഫ്രോക്കാണ്. ഈ ഒരു തുണി 58 ഇഞ്ച് വീതിയുള്ളതാണ്. അതുകൊണ്ട് 2 മീറ്ററാണ് ഈ ഒരു ഫ്രോക്കിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രിൻറ്റഡ് നെറ്റ് നെക്ക് വശത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അതിപ്പോൾ ഒരു 1/4 മീറ്റർ ആയാലും മതി. അംബർല ടൈപ്പ് ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സ്കേർട്ട് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. തുണി ആദ്യം തന്നെ ഉൾഭാഗത്തേക്ക് രണ്ടായിട്ട് മടക്കിയെടുക്കുന്നുണ്ട്. ഉൾവശത്താണ് അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ മടക്കിയിട്ടപ്പോൾ ഓപ്പൺ സൈഡ് നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് വന്നിട്ടുള്ളത്. ഫോൾഡഡ് സൈഡ് നമ്മൾ നിൽക്കുന്ന ഭാഗത്തുമാണ്. ഇനി ഇത് ഒന്നും കൂടി മടക്കിയെടുക്കണം. നമ്മൾ നിൽക്കുന്ന ഭാഗത്തെ ആ ഒരു ഫോൾഡഡ് സൈഡിൻ്റെ മേൽഭാഗത്തെ അറ്റം ഇതേപോലെ ഒന്നും കൂടി ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് അംബർല ടൈപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇതേപോലെ ക്രോസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെയാണ് രണ്ടാമത്തെ ഫോൾഡിങ് വരുന്നത്. അപ്പം നമ്മളിപ്പോൾ ടോട്ടലായിട്ട് 4ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ആദ്യത്തെ മടക്ക് എന്ന് പറയുന്നത് നേരെ തന്നെ 2ആയിട്ട് മടക്കി അതിനുശേഷം ഇതേപോലെ കോൺ ഷേപ്പിലേക്ക് മടക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് ഇതിൻ്റെ വേസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗം 26 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു മേൽഭാഗത്ത് ആ ഒരു വേസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗമാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ 4ആയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയാണോ വേസ്റ്റ് റൗണ്ട് വരുന്നത് അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന ഭാഗമാണ് അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ 26 അപ്പോൾ 26നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6.5 കിട്ടിയിട്ടുണ്ട്. ഇവിടെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 29 ഇഞ്ചാണ്. അപ്പോൾ ലെങ്ത്തിൻ്റെ കൂടെ 1.5 ഇഞ്ചാണ് ഞാനിവിടെ സീം അലവൻസ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ഫ്രോക്കിൻ്റെ അടിവശത്ത് ചെറുതായിട്ട് 2 പ്രാവശ്യം ഞാൻ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബോഡി പാർട്ടുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാനും തയ്യൽ തുമ്പ് വേണം. അതുകൊണ്ടാണ് 1.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഫ്രോക്കിൻ്റെ അടിവശത്ത് റോൾഡ് ഹെം ഫോട്ടർ ഉപയോഗിച്ചിട്ട് ആ ഒരു സ്റ്റിച്ചാണ് ചെയ്യുന്നതെങ്കിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്താൽ മതിയാകും. ഇവിടെ ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് എനിക്ക് വേണ്ടത് 13 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. 13 ഇഞ്ച് ബോഡി പാർട്ടും 29 ഇഞ്ച് സ്കേർട്ട് പാർട്ടും ആണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഈ ഒരു ഫ്രോക്കിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 42 ഇഞ്ചാണ്. ഈ ഒരു വേസ്റ്റ് റൗണ്ടിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ ബോഡി പാർട്ടിൻ്റെ വേസ്റ്റ് റൗണ്ട് 26 ഇഞ്ചാണ്. ആ ഒരു 26 ഇഞ്ചിനെ 4ആയിട്ട് മടക്കിയിട്ടത് കൊണ്ട് തന്നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 6.5 കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ സ്കേർട്ട് പാർട്ടിൻ്റെ മുകൾ ഭാഗത്ത് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 1 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇത് നമ്മൾ ക്രോസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ തയ്യൽ തുമ്പ് കുറേ അധികം ഇട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിവിടെ 7 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ഒന്നും കൂടി വലിഞ്ഞ് വരും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്. അപ്പം ബോഡി പാർട്ടിൽ നമ്മൾ ടക്സ് ഇട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അവിടെയും കുറച്ച് അളവ് ചുരുങ്ങി വരും. അപ്പോൾ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചെയ്താൽ മതി. കറക്റ്റ് തയ്യൽ തുമ്പൊക്കെ ഇട്ട് വലുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എക്സ്ട്രാ തുണി കുറേ ഉണ്ടാവും. അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 7 ഇഞ്ച് എവിടെയാണോ കിട്ടുന്നത് അത് നമ്മൾ ഇതേപോലെ ഒന്ന് കേർവ് ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേസ്റ്റ് റൗണ്ടിൻ്റെ അളവ് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് താഴോട്ടേക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കണം. എനിക്കിവിടെ സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് 29 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോകും. പിന്നെ താഴെ ഭാഗത്തേക്ക് മടക്കി അടിക്കാൻ വേണ്ടി 1 ഇഞ്ചും കൂടി ഇട്ടിട്ട് 1.5 ഇഞ്ചിലാണ് തയ്യൽ തുമ്പ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
സ്കേർട്ട് പാർട്ടിന് വേണ്ടി ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും 2 പീസാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ബാക്കി വന്ന തുണിയിൽ നിന്ന് ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ബാക്ക് പീസിന് വേണ്ടിയിട്ടുള്ള തുണി കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു അറ്റത്ത് നിന്ന് തുണി ഇതേപോലെ 2ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ടൊന്ന് വരച്ചെടുക്കാം. അവിടെ നിന്നും താഴോട്ടേക്ക് ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കണം. ഇവിടെ ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് 13 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 1 ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് 14 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഷോൾഡർ 6 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇവിടെ സിബ് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്ന് 1/2 ഇഞ്ച് നീക്കി ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കണം. അതുകൊണ്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ചും കൂടി കൂട്ടി 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആം ഹോൾ ലെങ്ത്ത് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇതൊന്ന് എൽ ഷേപ്പിൽ ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോൾഡഡ് സൈഡിൽ നമ്മൾ സിബ് വെച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവിടെ 1/2 ഇഞ്ച് എക്സ്ട്രാ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അവിടെ ഞാൻ ഇതേപോലെ ഒന്ന് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാക്കി ഭാഗത്തേക്കാണ് നമ്മുടെ ബോഡിയുടെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലൈൻ കഴിഞ്ഞ് ബാക്കി ഭാഗത്തേക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. നെക്കിൻ്റെ വിഡ്ത്ത് എനിക്കിവിടെ 2.5 ഇഞ്ചാണ് വേണ്ടത്. നെക്കിൻ്റെ ലെങ്ത്ത് 3.5 ഇഞ്ചോ 4 ഇഞ്ചോ നമുക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ബാക്കിൽ സിബ് വെച്ച് കൊടുക്കുന്നുണ്ട്. നെക്ക് അധികം ഡീപ്പാക്കി കൊടുക്കുന്നില്ല. ഇനി ഇതൊന്ന് ബോക്സായിട്ട് വരച്ച ശേഷം അതിനകത്ത് യു ഷേപ്പിലാണ് ബാക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കാം. എനിക്കിവിടെ 30 ഇഞ്ചാണ് ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗത്തുള്ള ചെസ്റ്റ് മെഷർമെൻറ്റ്. 30ൻ്റെ നല്ലൊരു ഭാഗം 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. 2 ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. വേസ്റ്റ് റൗണ്ടിൻ്റെ മെഷർമെൻറ്റ് 26 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നല്ലൊരു ഭാഗം 6.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 3/4 ഇഞ്ച് ടക്സ് ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം. ഈ ഒരു ഓപ്പൺ സൈഡിലായിട്ട് 3/4 ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് കേർവ് ഷേപ്പിലാണ് വരച്ചെടുക്കുന്നത്. നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ മെഷർമെൻറ്റ് എത്രയാണോ അതിൻ്റെ മിഡ് പോയിൻ്റ് കണക്കാക്കിയിട്ട് അവിടെയാണ് നമ്മൾ ടക്സ് പോയിൻ്റ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ടക്സിൻ്റെ ലെങ്ത്ത് 3.5 അല്ലെങ്കിൽ 4 ഇഞ്ച് വരെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതേപോലെ ഒന്ന് കേർവ് ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ആം ഹോൾ ലെങ്ത്ത് വരച്ചിരിക്കുന്ന ആ ഒരു ലൈനിൽ നിന്നും 1/2 ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്തെടുത്തിട്ട് ഷോൾഡർ സ്ലോപ്പ് വരച്ചെടുക്കണം. ഇനി ആം ഹോൾ കർവും കൂടി വരച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അത് നമ്മൾ ഇതേപോലെ ഒന്ന് 2ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഫ്രണ്ട് പീസിൽ പ്രിൻസസ് കട്ടായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പം ബാക്ക് പീസ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്ത ശേഷം ബാക്ക് പീസ് മാറ്റി വയ്ക്കാം. ബാക്ക് പീസിൽ സിബ് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് നമ്മൾ ഫോൾഡഡ് സൈഡിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് പുറത്തേക്ക് നീക്കി വെച്ചിട്ടാണ് ഈ ഒരു ബാക്ക് പീസിൻ്റെ അതേ മെഷർമെൻറ്റ് ഫ്രണ്ട് ഭാഗത്തെ പീസിലേക്ക് വരച്ചു കൊടുക്കുന്നത്. ഇവിടെ ഞാൻ ആം ഹോളിൻ്റെ സൈഡിലും അടിവശത്തും ഷോൾഡറിൻ്റെ ഭാഗത്തും നെക്ക് സൈഡും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്ക് പീസ് മാറ്റാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ക്ലിയറായിട്ട് വരച്ചെടുക്കാം. ഫ്രണ്ട് പീസിൽ നെക്കിൻ്റെ വിഡ്ത്ത് 2.5 ഇഞ്ച് തന്നെയാണ്. നെക്കിൻ്റെ ലെങ്ത്ത് 4 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മാർക്ക് ചെയ്ത പോയിൻ്റ് ഒരു ബോക്സ് പോലെ വരച്ചെടുത്ത ശേഷം അതിനകത്ത്
ഒരു കേർവ്ഡ് വി ഷേപ്പാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രണ്ട് ഭാഗത്തെ നെക്ക് സൈഡിൽ പീറ്റർ പാൻ കോളർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഷേപ്പിൽ നെക്ക് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് ബസ് പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 9 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഫോൾഡഡ് സൈഡിൽ നിന്നും ബസ് വിഡ്ത്ത് 3.5 ഇഞ്ചും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. താഴെ വേസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗത്ത് 3 ഇഞ്ചാണ് ഫോൾഡഡ് സൈഡിൽ നിന്നും നീക്കി ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ആം ഹോളിൻ്റെ ആ ഒരു ഭാഗത്ത് ഇത് ജോയിൻ ചെയ്ത് വരച്ചെടുക്കണം. അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് ആം ഹോൾ കർവ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഫ്രണ്ട് ഭാഗത്തെ ആം ഹോൾ കർവ് 1/2 ഇഞ്ച് ഉള്ളിലോട്ട് കുഴിച്ചിട്ടാണ് വരച്ചെടുക്കുന്നത്. പ്രിൻസസ് കട്ടിൽ സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫ്രണ്ട് ഭാഗത്തെ പീസിൽ ബാക്ക് പീസിനേക്കാളും താഴെ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൈഡ് വശത്തും തുണി എക്സ്ട്രാ ഇടണം. എനിക്കിവിടെ ചെസ്റ്റ് റൗണ്ട് 30 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നല്ലൊരു ഭാഗം 7 ഇഞ്ച് മാർക്ക് ചെയ്തു, 2 ഇഞ്ച് സീം അലവൻസും കൊടുത്തു. അതുകൂടാണ്ട് 1 ഇഞ്ചും കൂടി എക്സ്ട്രാ ഇവിടെ തുണി ഇട്ടിട്ടുണ്ട്. അടിവശത്ത് 6.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത ശേഷം 1.5 ഇഞ്ച് താഴെ ഭാഗത്തും എക്സ്ട്രാ കൊടുക്കണം. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻറ്റ്സ് ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുത്ത ശേഷം ആം ഹോൾ കർവിലേക്ക് ഇതേപോലെ വളച്ച് വരച്ചെടുക്കണം. ഇനി ഈ ഒരു പോയിന്റ് കഴിഞ്ഞ് 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അത് കഴിഞ്ഞ് 1 ഇഞ്ച് ഇങ്ങോട്ടേക്ക് നീക്കി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു സെൻട്രൽ ഭാഗത്തെ ബസ് പോയിന്റിൻ്റെ അവിടത്തേക്ക് സ്ട്രൈറ്റ് ആയിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആം ഹോൾ കർവിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നും 1/2 ഇഞ്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. അതും ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് ഭാഗത്തെ നെക്കും മാർക്ക് ചെയ്തതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്രണ്ട് ഭാഗത്തെ നെക്ക് സൈഡിൽ പീറ്റർ പാൻ കോളറായിട്ടാണ് ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞു. അതിനുള്ള പീസസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു ഫ്രോക്ക് സ്ലീവ്ലെസ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഈ ഫ്രണ്ട് നെക്ക് ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട പീറ്റർ പാൻ കോളറിന് വേണ്ടിയിട്ടുള്ള പീസസാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിന് ആദ്യം തുണി ഇതേപോലെ 2ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ആ ഒരു മടക്ക് ഭാഗത്തേക്ക് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പീസിൻ്റെ മടക്ക് ഭാഗം ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഒരു പിൻ ചെയ്ത് കൊടുക്കാം. ഈ ഫ്രണ്ട് ഭാഗത്തെ നെക്ക് അതേപോലെ ഇവിടെ വരച്ചെടുക്കാം. അടിയിലത്തെ ആ ഒരു പീസിൽ ആ ഒരു ഷോൾഡർ ലൈനും ഇതേപോലെ വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഫ്രണ്ട് ഭാഗത്തെ പീസ് മാറ്റി വെക്കാം. അതിനുശേഷം ഈ ഒരു നെക്ക് കഴിഞ്ഞിട്ട് എത്ര ഇഞ്ച് വീതിയിലാണോ നമ്മൾ ആ ഒരു പീറ്റർ പാൻ കോളറിൻ്റെ ഡിസൈൻ ചെയ്തെടുക്കുന്നത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഇഞ്ചിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2.5 ഇഞ്ചെങ്കിലും മാർക്ക് ചെയ്ത് കൊടുക്കണം. നമുക്ക് ആ ഒരു നെക്ക് സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ അടിവശത്തെ ആ ഒരു പീസും തമ്മിൽ ജോയിൻ ചെയ്യാനും തയ്യൽ തുമ്പ് വേണം. അപ്പോൾ ഞാനിവിടെ 2.5 ഇഞ്ചിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഫ്രണ്ട് ഭാഗത്തെ ഫോൾഡഡ് സൈഡിൽ നിന്ന് ഇതേപോലെ ഒരു ഷേപ്പിൽ വരച്ചെടുക്കാം. അങ്ങനെ വരച്ചെടുക്കുന്നില്ല, വേറെ സ്ട്രൈറ്റ് ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വരച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു തുണിയിൽ 2 പീസ് ഇതേ അളവിൽ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം പ്രിൻറ്റഡ് നെറ്റിലും ഈ ഒരു അളവിലുള്ള 2 പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രോക്കിന് വേണ്ടിയിട്ടുള്ള പീസസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്ക് പീസായി, ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് പോർഷനാണിത്. സ്കേർട്ട് പീസും കട്ട് ചെയ്ത് വെച്ചു. പീറ്റർ പാൻ കോളർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പീസസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രോക്കിൻ്റെ 2 സൈഡിലായിട്ട് ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് 2 വള്ളിയും കൂടി വേണം. അത് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും കാണിക്കാം. ഈ ഒരു കോളർ നെക്കിന് വേണ്ടിയിട്ട് ഇതേപോലെ ഫുള്ളായിട്ട് 2 പീസ് കട്ട് ചെയ്ത് വെച്ചു. പ്രിൻറ്റഡ് നെറ്റ് 2 സൈഡിലേക്കായിട്ട് ഇതേപോലെ 2 പീസായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നതെന്ന് കാണാം.
ഈ ഒരു 3 പീസും ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതായത് പ്ലെയിൻ തുണിയുടെ 2 പീസ് ഇതേപോലെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഒരു പ്ലെയിൻ മെറ്റീരിയലിൻ്റെ ഈ ഒരു നെക്ക് പാറ്റേൺ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നല്ല ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ നല്ല സൈഡ്, ഇത് റോങ് സൈഡാണ്. അപ്പോൾ അത് ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പീസിൻ്റെയും നല്ല വശങ്ങളാണ് നമ്മൾ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് തിരിച്ചിട്ട് കൊടുക്കേണ്ടതാണ്, അതുകൊണ്ട് നല്ല വശങ്ങൾ തമ്മിൽ ഇതേപോലെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രിൻറ്റഡ് നെറ്റ് ഇതിൻ്റെ സെൻട്രൽ ഭാഗത്താണ് വരേണ്ടത്. ഇത് മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു പ്രിൻറ്റഡ് നെറ്റ് ഇതിനിടയിൽ വെച്ച് കൊടുക്കണം. ഈ ഒരു നെറ്റിൻ്റെ നല്ല വശം നമുക്കിപ്പോൾ മുകളിൽ ഇതേപോലെ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റിച്ച് ചെയ്ത് പോകുന്ന വഴിയിലൊക്കെ ഈ ഒരു നെറ്റിൽ സ്റ്റോൺ വർക്ക് ഉണ്ട്. അപ്പോൾ നമ്മുടെ സൂചി ഒടിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗത്തെ സ്റ്റോൺസൊക്കെ നമ്മൾ ഇതേപോലെ പറിച്ച് കളഞ്ഞിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഈ ഒരു നെറ്റ് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു പ്ലെയിൻ മെറ്റീരിയലിൻ്റെ നല്ല വശം ഇതേപോലെ ചേർത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പ്ലെയിൻ മെറ്റീരിയലും നടുക്ക് വശത്ത് കൂടി രണ്ടാക്കി കട്ട് ചെയ്യും കേട്ടോ. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു ജോയിൻ്റ് ആക്കിയിട്ട് തന്നെ വെച്ചിരിക്കുന്നത്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം സെൻട്രൽ ഭാഗത്തു കൂടി കട്ട് ചെയ്തെടുക്കും. ഇനി ഈ ഒരു അരികു വശത്ത് കൂടി സ്റ്റിച്ച് ചെയ്ത് വരുന്നുണ്ട്. ആ ഒരു സെൻട്രൽ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് 2 പീസാക്കി എടുക്കും ഇത്. അപ്പോൾ അത് അനുസരിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു സെൻട്രൽ ഭാഗത്ത് ഇതേപോലെ കയറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഈ ഒരു 3 പീസും തമ്മിൽ ജോയിൻ ചെയ്തെടുത്ത ശേഷം സെൻട്രൽ ഭാഗത്തെ പീസ് കട്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സെൻട്രൽ ഭാഗത്ത് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു മാർക്കിൻ്റെ 2 സൈഡ് വഴി സ്റ്റിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു സെൻട്രൽ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്ത പോർഷനിൽ കൂടി കട്ട് ചെയ്ത് മാറ്റാം. ഇനി ആ ഒരു സെൻട്രൽ ഭാഗത്ത് കൂടി കട്ട് ചെയ്തിട്ട് 2 പീസാക്കി എടുക്കാം. തയ്യൽ തുമ്പ് എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇത് തിരിച്ചിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ നമ്മളിപ്പോൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് കൂടി ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കണം. ഇനി ഇത് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു പീറ്റർ പാൻ കോളറിന് വേണ്ടിയിട്ട് നോർമൽ ഒരു കോട്ടൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് 2 പീസ് മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇവിടെ വർക്ക് നെറ്റ് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് കാണേണ്ടത് കൊണ്ട് തന്നെ ഈ ഒരു വർക്ക് നെറ്റും അടിവശത്ത് ലൈനിങ് പോലെ ഈ ഒരു പ്ലെയിൻ പീസും മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തയ്യൽ തുമ്പ് ഈ ഒരു നെറ്റിൻ്റെ പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം പ്ലെയിൻ പീസ് 2 കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ നടുക്ക് ഭാഗത്ത് ഈ ഒരു വർക്ക് നെറ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ട് നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ കോർണറുകളൊക്കെ നല്ല രീതിയിൽ പിടിച്ചു കൊടുത്തൊരു ടോപ്പ് സ്റ്റിച്ച് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രോക്കിൻ്റെ 2 സൈഡിലും വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 വള്ളി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതേപോലെ 2 പീസാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ലെങ്ത്ത് ഒരു 24-25 മതിയാവും. വീതി ഞാൻ 3.5 ഇഞ്ചിലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഉൾഭാഗത്തേക്ക് 2ആയിട്ട് മടക്കിയെടുത്ത ശേഷം ഒരറ്റത്ത് നിന്ന് താഴേട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ആ ഒരു തുടക്കം മുതൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊന്ന് ചരിച്ചിട്ട് വരച്ചു കൊടുക്കുക. ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ ഒരു അറ്റത്ത് ഇതേപോലെ ചരിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഈ ഒരു സൈഡിൽ നമ്മൾ ചരിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അതിൻ്റെ തയ്യൽ തുമ്പ് കഴിഞ്ഞ് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല വശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒരറ്റത്ത് ഇതേപോലെ ഒരു കോണ് പോലെയാണ് ഉണ്ടാവുക, മറ്റേ അറ്റം സ്ട്രെയിറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം ഫ്രോക്കിൻ്റെ സൈഡിൽ നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വശത്തേക്ക് ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം. ഈ ഒരു കോർണർ ഇതേപോലെ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് വേണം അയൺ ചെയ്തെടുക്കാൻ. ഇതേപോലെ 2 പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 2 സൈഡിലും വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഫ്രോക്കിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു നെക്ക് ഭാഗത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു വർക്ക് നെറ്റിൻ്റെ ഡിസൈൻ ഇതേപോലെയാണ് വെച്ച് കൊടുക്കുന്നത്. 2 സൈഡിലെ പീസും സ്റ്റിച്ച് ചെയ്തെടുക്കാം ആദ്യം. അതിനുശേഷം നമുക്ക് നെക്ക് റെഡിയാക്കി എടുക്കാം. ഈ 2 പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കണം. വലിച്ചു പിടിക്കാണ്ട് മെല്ലനെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. രണ്ട് സ്റ്റിച്ച് വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് ഭാഗത്തെ ഈ ഒരു നെക്ക് സൈഡിൽ നമുക്ക് ഈ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പീറ്റർ പാൻ കോളറിൻ്റെ മോഡൽ ഇതേപോലെ നല്ല വശത്ത് വെച്ച് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഉൾഭാഗത്ത് വെച്ചിട്ട് നല്ല ഭാഗത്തേക്ക് തിരിച്ചിട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാനും പറ്റും. പക്ഷേ ഇത് വർക്ക് നെറ്റൊക്കെ വരുന്നത് കൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു പോർഷനിൽ ഒരു ക്രോസ് പീസ് വെച്ചിട്ടാണ് നെക്ക് ഞാൻ ഫിനിഷ് ചെയ്തെടുക്കുന്നത്. 1.5 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു സൈഡിൽ 1/4 ഇഞ്ച് വീതിയിലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുക. മറ്റേ സൈഡാണ് നമ്മൾ നെക്കോട് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഈ ഒരു കോളർ പീസ് നെക്കോട് ചേർത്ത് ഫസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അളവിൽ വ്യത്യാസം വരും. ഇനി ക്രോസ് പീസ് ഇതേപോലെ നെക്ക് സൈഡിൽ നല്ല വശത്ത് ചേർത്ത് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നെക്കിന് ചുറ്റും ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ക്രോസ് പീസ് മാത്രം ഉള്ളിലേക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ആ ഒരു നെക്കിൻ്റെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം.
2 പീസ് ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് പീസ് റെഡിയാക്കി എടുക്കണം. ബാക്ക് വശത്ത് നമ്മൾ സിബ് വെച്ച് കൊടുക്കുന്നുണ്ട്. ബാക്ക് വശത്ത് 2 ഇഞ്ച് മേലോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് അവിടം വരെയാണ് ഈ ഒരു സിബ് വെച്ച് കൊടുക്കുന്നത്. 2 ഇഞ്ച് വീതിയുള്ള ഒരു സ്ട്രെയിറ്റ് പീസ് കട്ട് ചെയ്തെടുത്ത ശേഷം അതിൻ്റെ 2 സൈഡും 1/4 ഇഞ്ച് അളവിൽ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻട്രൽ ഭാഗത്തൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ബാക്ക് പീസിൻ്റെ നല്ല വശത്ത് വെച്ച് കൊടുത്തിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ 2 സൈഡ് വശത്ത് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ തൊട്ട് അടുത്തതായിട്ട് ഒരു 1/4 ഇഞ്ച് വീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. താഴെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അവിടെ സൂചി കുത്തി നിർത്തിയിട്ട് തിരിച്ച് ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ തൊട്ടടുത്ത് കൂടി മുകൾ ഭാഗം വരെ നെക്കിൻ്റെ ആ ഒരു സൈഡ് വരെ സ്റ്റിച്ച് ചെയ്ത് വരാം. ഇനി നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഭാഗത്ത് കൂടി കട്ട് ചെയ്തെടുക്കണം. നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റ് വരെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു പീസ് ഇതേപോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ തയ്യൽ തുമ്പിങ്ങ് പുറത്തേക്ക് എടുത്തിട്ട് അതുവഴി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സൈഡിലും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഇത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് സിബും കൂടി ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ സിബും കൂടി വെച്ച് കൊടുത്ത ശേഷമാണ് നെക്ക് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ സിബിൻ്റെ ഒരറ്റം ഈ ഒരു ഭാഗത്ത് ഉൾഭാഗത്തേക്ക് വെച്ച് കൊടുത്തിട്ട് സിബുള്ളത് കാണാത്ത രീതിയിൽ കവർ ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ സിംഗിൾ ഫൂട്ടറൊന്നും ഉപയോഗിക്കാണ്ട് തന്നെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ ഫൂട്ടർ മാറ്റിയിട്ട് സിംഗിൾ ഫൂട്ടർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടിവശത്ത് എത്തുമ്പോഴത്തേനും സൂചി അവിടെ കുത്തി നിർത്തി ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് വേണം മറ്റേ വശത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് പോവാൻ. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സിബിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം നെക്ക് വശം ക്രോസ് പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. സിബിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് അടിവശത്തെ ആ ഒരു പീസ് തുണി ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു ബാക്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള പീസ് ഉണ്ടല്ലോ, അതൊന്ന് നൂലും സൂചിയും വെച്ചിട്ട് ഹെം ചെയ്ത് കൊടുക്കണം. ഇതേപോലെയുള്ള ഒരു ക്രോസ് പീസ് എടുക്കുക. അതിൻ്റെ ഒരു സൈഡ് ഞാൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. മറ്റേ ഭാഗം ഈ ഒരു ബാക്ക് സൈഡിൻ്റെ നല്ല വശത്ത് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നെക്കിന് ചുറ്റും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു അറ്റത്ത് എത്തുമ്പോഴത്തേനും ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ കട്ട് ചെയ്തെടുത്ത ശേഷം ഇതേപോലെ ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് അവിടെ ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഉള്ളിലേക്കൊന്ന് മടക്കി തയ്ക്കുന്ന സമയത്ത് ചുളിവുകളില്ലാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ തന്നെ സിബിൻ്റെ മറ്റേ ഭാഗത്തും ചെയ്തെടുക്കാം.
ബാക്ക് നെക്കിൽ ഇതേപോലെ സിബിൻ്റെ രണ്ട് വശത്തും ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസും വെച്ച് കൊടുത്തിട്ട് ഷോൾഡറാണ് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. അതിന് ശേഷമാണ് ബാക്ക് നെക്കിൻ്റെ ആ ഒരു ക്രോസ് പീസ് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് ഭാഗത്തെ പീസിൻ്റെ നല്ല വശവും ബാക്ക് വശത്തെ പീസിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്രണ്ട് ഭാഗത്തെ ആ ഒരു നെക്കിൻ്റെ ഭാഗം ഈ ഒരു ബാക്ക് സൈഡിൽ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ സൈഡിൽ വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് കവർ ചെയ്തിട്ടാണ് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. 2 സ്റ്റിച്ച് വീതം ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഈ ഒരു ക്രോസ് പീസ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നെക്കിൻ്റെ നല്ല വശത്ത് ഇതേപോലെ ഫിനിഷിങ്ങിൽ കിട്ടും. 2 സൈഡിലെയും ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബാക്ക് പീസിലെ ക്രോസ് പീസ് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഒരു പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഷോൾഡർ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് വശത്തെ സിബിൻ്റെ ആ ഒരു ഭാഗത്ത് വേണമെങ്കിൽ ഒരു ഹുക്കും കൂടി വെച്ച് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ഫ്രോക്ക് സ്ലീവ്ലെസ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗത്ത് ക്രോസ് പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി 1.5 ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അത് 2ആക്കി മടക്കിയെടുത്തിട്ടാണ് ഈ ഒരു ആം ഹോളിൻ്റെ സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. പാർട്ടിൻ്റെ നല്ല വശത്ത് ക്രോസ് പീസ് ഇതേപോലെ 2ആക്കി മടക്കിയെടുത്തിട്ട് ഈ ഒരു ആം ഹോളിൻ്റെ സൈഡിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ചുളിവുകളൊന്നും വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ ഇതേപോലെ ചെറിയതായിട്ട് കട്ടിട്ട് കൊടുക്കണം. ഇനി ഈ ഒരു ക്രോസ് പീസ് ഇതേപോലെ നിവർത്തി വെച്ച് കൊടുത്തിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുക്കണം. ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത ശേഷം ആ ഒരു ക്രോസ് പീസ് കംപ്ലീറ്റ് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ആ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് ആം ഹോളിൻ്റെ സൈഡിലും ക്രോസ് പീസ് വെച്ചിട്ട് ഇതേപോലെ നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് ജോയിൻ ചെയ്തെടുക്കുന്നതിന് മുന്നേ ഈ ഒരു ബോഡി പാർട്ടിൻ്റെ വേസ്റ്റ് റൗണ്ട് വരുന്ന ഭാഗത്ത് ഇതേ പ്രിൻറ്റഡ് നെറ്റ് ഉപയോഗിച്ചിട്ട് ഒരു വേസ്റ്റ് ബെൽറ്റ് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് ആ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷമാണ് സ്കേർട്ട് പാർട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ വെച്ചിട്ട് ഫ്രണ്ട് ഭാഗത്ത് മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഈ ഒരു വേസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗത്ത് പ്രിൻറ്റഡ് നെറ്റ് ഒരു 3.5 ഇഞ്ച് വീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം ഈ ഒരു അടിവശത്ത് ഇതേപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് മുകൾ ഭാഗത്ത് 1/2 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചോ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് സ്കേർട്ട് പാർട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. സ്കേർട്ട് പാർട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് അടിവശത്തെ ഒരു 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് പോകും. അപ്പോൾ അതും കഴിഞ്ഞ് പുറമേ കാണുന്ന ഭാഗത്ത് 3 ഇഞ്ചായിരിക്കും ഈ ഒരു പ്രിൻറ്റഡ് നെറ്റിൻ്റെ വിഡ്ത്ത് വരുന്നത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്കേർട്ട് പാർട്ടിൻ്റെ സെൻട്രൽ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുത്ത ശേഷം ബോഡി പാർട്ടിൻ്റെ ആ ഒരു സെൻട്രൽ ഭാഗത്തോട് കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശവും ബോഡി പാർട്ടിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും ഇതേ മെത്തേഡിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു സെൻട്രൽ ഭാഗത്ത് നിന്നും ആദ്യം ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം ആ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. രണ്ട് പോർഷനിൽ സ്കേർട്ട് പാർട്ടും ബോഡി പാർട്ടും ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ബാക്ക് സൈഡിലും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം.
ഫ്രണ്ട് ഭാഗത്തെയും ബാക്ക് ഭാഗത്തെയും സ്കേർട്ട് പാർട്ടും ബോഡി പാർട്ടും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. രണ്ട് സൈഡ് വശവും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വേസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗത്ത് 2 വള്ളി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളത് ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ 2 വള്ളിയാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു കോണ് പോലെയുള്ള ഷേപ്പ് വരുന്നത് അടിവശത്തോട്ട് വരണം. ബാക്കി ആ ഒരു ഫ്ലാറ്റായിട്ട് വരുന്ന ഭാഗമാണ് നമ്മൾ ഈ ഒരു വേസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ആം ഹോളിൻ്റെ അവിടെ നിന്നും താഴെ വരെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ട് ആ ഒരു വേസ്റ്റ് റൗണ്ടിൻ്റെ അവിടെ സൂചി കുത്തി നിർത്തിയ ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു വള്ളിയുടെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഭാഗം ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സ്കേർട്ട് പാർട്ടും ബോഡി പാർട്ടും ജോയിൻ ചെയ്തെടുക്കുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഇതേപോലെ വെച്ച് കൊടുക്കുന്നത്. ഇതേപോലെ വെച്ച് കൊടുത്ത ശേഷം ഈ ഒരു സൈഡ് വഴി താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുക. ഇനി മറ്റേ സൈഡിലും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് വേണ്ടിയിട്ടുള്ള വള്ളിയും അതിൻ്റെ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിവശമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അംബ്രല ഫ്രോക്കിൻ്റെയും അംബ്രല ചുരിദാറിൻ്റെയൊക്കെ അടിവശം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ട് ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷമാണ് ഒന്നും കൂടി ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.